നമസ്കാരം. തന്ത്രിയും മന്ത്രിയും ഒക്കെ കൂടി കുതന്ത്രം മെനഞ്ഞ് അയ്യപ്പനെ മൊത്തം കട്ടുതുലച്ചിട്ട് ശബരിമല മൊത്തത്തിൽ വിഴുങ്ങിയിട്ട് ഇപ്പോൾ തന്ത്രിയും ഒന്നും അറിഞ്ഞിട്ടില്ല, മന്ത്രിയും ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായി എല്ലാം അറിയുന്നുണ്ട്. അത് പൊതുജനത്തിനെ കൃത്യമായി അറിയിക്കുന്നുമുണ്ട്. പത്മകുമാർ ഒരു വലിയ ബിനാമിയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പിന്നിൽ നിൽക്കുന്ന ഉന്നതർ ആരൊക്കെ കുടുങ്ങുമെന്നാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നത്. എന്തായാലും കുടുങ്ങുന്നത് തിമിംഗലവും സ്രാവും ഒക്കെ തന്നെയാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ദൈവത്തിനോളം തന്നെ, അല്ലെങ്കിൽ ദൈവത്തിന് തൊട്ടു താഴെ തന്നെ വിശ്വാസികൾ കാണുന്നതാണ് തന്ത്രിയെ. ദൈവത്തിനെ തൊട്ടും തലോടിയും പരിചരിച്ചും സാധാരണക്കാരന്റെ പ്രാർത്ഥനകൾക്ക് ഇടനിലക്കാരനായി നിന്നും ദൈവത്തിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന തന്ത്രിയെയും പൂജാരിയെയും ഒക്കെ ഭക്തജന സമൂഹം അതീവ ഭയഭക്തി ബഹുമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. എന്നാൽ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പോൾ ആരെ തള്ളണം, ആരെ കൊള്ളണമെന്ന് ഭക്തർക്ക് പോലും അറിയുന്നില്ല എന്നതാണ് വാസ്തവം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിന്റെ മൊഴി കൂടി പുറത്തു വരുമ്പോൾ വിശ്വാസി സമൂഹം കൂടുതൽ തരിച്ചിരിക്കുകയാണ്. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതും തനിക്ക് പരിചയപ്പെടുത്തിയതും തന്ത്രിയാണെന്ന് പത്മകുമാർ SITക്ക് മൊഴി നൽകി കഴിഞ്ഞു. പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ തന്ത്രിമാർ അനുമതി നൽകിയെന്നും തന്ത്രി കൊണ്ടുവന്നതിനാൽ പോറ്റിയെ വിശ്വസിച്ചു എന്നുമാണ് എ പത്മകുമാറിന്റെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നില്ല. പോറ്റി തന്റെ ആറന്മുളയിലുള്ള വീട്ടിൽ വരാറുണ്ടെന്നും പത്മകുമാർ മൊഴി നൽകി. ശബരിമല സ്വർണ്ണ കേസ് ദിനംപ്രതി സംസ്ഥാന രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുകയാണ്. ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാർ മുന്നോട്ട് വെച്ച പ്രസ്താവനകൾ വിവാദത്തിന് പുതിയ ദിശയൊരുക്കിയിരിക്കുകയാണ്. തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരായ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ കേസ് പുതിയ വഴിത്തിരിവിലേക്ക് തിരിക്കുന്നതായും രാഷ്ട്രീയ അധികാര മേഖലയിൽ പല ശക്തികളും ഇതിൽ ഇടപെട്ടതായും കൂടുതൽ വ്യക്തമാക്കുകയാണ് പുതിയ മൊഴികളെല്ലാം തന്നെ. എന്നാൽ ഈ മുഴുവൻ പ്രശ്നത്തിലും ഏറ്റവും ആരോപിക്കപ്പെടുന്ന ഭാഗം സർക്കാർ കൈക്കൊണ്ട മൗനവും പ്രത്യേകിച്ച് പിണറായി സർക്കാരിന്റെ നിശബ്ദ സമീപനവുമാണ്. കേസിനെ കുറിച്ച് ആരോപണങ്ങൾ നാൾക്കുനാൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഭരണകൂടത്തിന്റെ മൗനം ജനങ്ങൾക്കിടയിൽ കൂടുതൽ സംശയങ്ങൾ ഉയർത്തുകയാണ്. ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദം, അതിൽ സ്വർണം പോലെയുള്ള അതീവ ഗൗരവ ഘടകം, പിന്നെ ദേവസ്വം സംവിധാനത്തിലെ നിർണായക വ്യക്തികളുടെ പരാമർശങ്ങൾ, നേതൃനിരയിലുള്ള പ്രതികളും പരാമർശങ്ങളും, ഇത്ര വലിയതായ സംഭവ വികാസങ്ങളെ ഒരു ജനാധിപത്യ സർക്കാർ പരിഗണിക്കാതെ പോകുന്നത് സ്വാഭാവികമല്ല. ഇത് തന്നെ പിണറായി സർക്കാരിന്റെ കൈകളും ശുദ്ധമല്ല എന്ന തരത്തിലുള്ള കൂടുതൽ വിമർശനങ്ങൾക്ക് വാതിൽ തുറക്കുന്നു. കേസിന്റെ ഗൗരവം കണക്കിലെടുത്താൽ സർക്കാരിന് ഉടൻ പ്രതികരിക്കാനും അന്വേഷണം ത്വരിതപ്പെടുത്താനും ബാധ്യതയുണ്ട്. എന്നാൽ ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു പ്രതികരണവും ഇല്ല എന്നത് തന്നെ ഇനി വലയിലാകാനുള്ളത് പ്രമുഖരാണ് എന്നുള്ള സൂചനകൾ പുറത്തു കൊണ്ടുവരുന്നു. ഈ വിഷയത്തിൽ CPIM പ്രവർത്തകരുടെയോ നേതാക്കളുടെയോ പങ്കിനെ കുറിച്ച് പൊതുസമൂഹത്തിൽ പല ചർച്ചകളും നടക്കുന്നു. ചില റിപ്പോർട്ടുകളും രാഷ്ട്രീയ പ്രസ്താവനകളും ചൂണ്ടിക്കാണിക്കുന്നത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട തീരുമാന പ്രക്രിയയിൽ പാർട്ടിയിലെ ചിലരുടെ അശ്രദ്ധയും അനാവശ്യ ഇടപെടലുകളും ഉറപ്പായും ഉണ്ടാകാമെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്തുമാകട്ടെ, ഒരു പാർട്ടിയുടെയോ അതിന്റെ നേതാക്കളുടെയോ ഇടപെടൽ സംബന്ധിച്ച സംശയങ്ങൾ ഉയരുമ്പോൾ സർക്കാർ അത് വ്യക്തമായി പരിശോധിച്ച് ജനങ്ങൾക്ക് മറുപടി നൽകേണ്ടത് അവർക്കുള്ള കർത്തവ്യമാണ്. പ്രത്യേകിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ കയറിയിരിക്കുന്ന സുതാര്യ ഭരണം എന്ന് വീമ്പ് പറയുന്ന പിണറായി സർക്കാരിന് ഉറപ്പായും അതിന് ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ സംസ്ഥാനത്തെ ഭരണകക്ഷി ഇത്തരം ആരോപണങ്ങളെ ലഘുവാക്കി കാണിക്കുന്നു എന്നത് ജനങ്ങളിലെ അസ്വസ്ഥത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരു ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വന്നാൽ ശ്രമിക്കേണ്ടത് തന്റെ പിന്തുണക്കാരെയോ പാർട്ടി അംഗങ്ങളെയോ സംരക്ഷിക്കാനല്ല, മറിച്ച് സത്യത്തെ സംരക്ഷിക്കാനും പൊതുജന വികാരത്തെ മാനിക്കാനുമാണ്. ശബരിമലയെ വിവാദങ്ങളുടെ അരങ്ങാക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഈ സർക്കാർ തന്നെയാണ്. ശബരിമല ഒരു മതപരമായ കേന്ദ്രം മാത്രമല്ല, കേരളത്തിന്റെ സാംസ്കാരിക ഭാവത്തിന്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന സംഭവങ്ങൾ പൊതുജനങ്ങളുടെ വികാരവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വർണ്ണക്കേസിന്റെ നിഴലിൽ തന്ത്രി കുടുംബം, ദേവസ്വം ബോർഡ്, സർക്കാർ എന്നിവരൊക്കെ നിൽക്കുമ്പോൾ ഇനി അധികാരത്തിൽ ഒരക്ഷരം മിണ്ടാതെ ഇരിക്കാനുള്ള എന്ത് യോഗ്യതയാണ് സർക്കാരിനുള്ളതെന്നാണ് ഉയരുന്ന ചോദ്യം. ശബരിമലയിൽ കഴിഞ്ഞ ദശാബ്ദത്തിൽ ഉണ്ടായ വിവാദങ്ങൾ എല്ലാം കൂടി പരിശോധിച്ചാൽ ഭരണകൂടത്തിന്റെ സമീപന ശൈലിയാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടതെന്ന് കാണാം. ജനങ്ങളുടെ വിശ്വാസ കേന്ദ്രങ്ങളിൽ സർക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ കാണുന്നത് അതിന്റെയൊക്കെ വിപരീത പ്രവർത്തനങ്ങളാണ്. പത്മകുമാറിന്റെ പ്രസ്താവനകൾ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. തന്ത്രി രാജീവർക്കെതിരെ പത്മകുമാർ ഉന്നയിച്ച പരാമർശങ്ങൾ ചെറിയ കാര്യങ്ങളല്ല.
ജനങ്ങൾക്കിടയിൽ തന്നെ ഉയരുന്ന സംശയങ്ങൾ തീർക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. കുറ്റക്കാരുണ്ടെങ്കിൽ നിയമം അവരെ അന്വേഷിക്കട്ടെ. പക്ഷേ സർക്കാർ സ്വയം മൗനം പാലിക്കുകയും പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻതൂക്കത്തിൽ വയ്ക്കുകയും ചെയ്യുന്നത് ഒരു സാഹചര്യത്തിലും നീതീകരിക്കാനാകില്ല. ശബരിമല സ്വർണ്ണ കേസ് ഒരു സാധാരണ കേസ് മാത്രമല്ല. ഇത് സാംസ്കാരികവും മതപരവുമായ വികാരങ്ങളിൽ ആഴത്തിൽ തൊടുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഓരോ പ്രതികരണവും അതീവ ഉത്തരവാദിത്വത്തോടെ വേണം. എന്നാൽ ഇന്നത് കാണപ്പെടുന്നില്ല. പത്മകുമാറിന്റെ പ്രസ്താവനകൾ കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: സത്യം പുറത്തു കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാണോ?